ഹലോ ഗൈസ്, നാളെ മീനുവിൻ്റെ കല്യാണമാണ്. സോ ഞങ്ങൾ എല്ലാവരോടും ഒരു സ്കിൻ കെയർ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും ഹൈഡ്രേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. സോ ഇന്നൊരു ഷീറ്റ് മാസ്ക് ഡേ ആണ്. അപ്പം ഞാൻ എല്ലാവർക്കും നമ്മുടെ ഓരോരോ കൺസേൺ അനുസരിച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള പിന്നെ ഒരു ഡോക്ടർ ആൽത്തിയുടെ ഉണ്ടായിരുന്നു, ടോണി മോളി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് നമ്മളിതാ ഡോക്ടർ ആൽത്തിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഇപ്പോൾ ഉള്ളൂ. ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകളൊക്കെ അടിപൊളിയാണ്. അല്ലാത്തവർക്ക് ടോണി മോളി നൈക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അമ്മ, മാളു, ഞാൻ അപ്പു. പക്ഷേ അബിയും കൂടെ അതിൻ്റെ ഇടയിൽ വന്ന് എനിക്ക് കൂടെ ആണ്, പിന്നെ അബിക്ക് ഒരെണ്ണം കൊടുത്ത്. അമ്മയ്ക്ക് ഞാൻ ഇട്ടത് ടൊമാറ്റോയുടെ സ്കിൻ റേഡിയൻസ് കിട്ടുക, അതായത് ഈ ഡൾനെസ്സൊക്കെ മാറി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകും. പിന്നെ അതിൻ്റെ ചാറും കറിയൊക്കെ നമ്മളത് ഒഴിച്ചു കൊടുത്ത് ഒരു 20 to 25 മിനിറ്റ്സ് ഇരിക്കണമെന്നാണ്. ഞാൻ എല്ലാവരെ കൊണ്ടും ഒരു 30 മിനിറ്റ് ഞാൻ ഇരുത്തിപ്പിച്ച്, കാരണം എങ്കിലേ നല്ല അബ്സോർബായി കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അബിക്ക് ന്യൂട്രീഷനാണ്, അവന് ന്യൂട്രീഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവക്കാഡോടെ അവക്കാഡോ ന്യൂട്രീഷൻ കൊടുത്ത ടോണി മോളിയുടെ തന്നെ അത് നല്ല ഗ്ലോ കിട്ടും. അതാ ഈ ചെറുക്കൻ്റെ ചിരിയും ബഹളം അങ്ങനെ അപ്പോഴപ്പോഴായി പോകണുണ്ടായിരുന്നു. പിന്നെ ഒരു വിധമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാവർക്കും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ മാളിന് ഇടാൻ പോയപ്പോൾ മാളിന് ഇട്ട് കൊടുക്കേണ്ട, അവൾ സ്ഥിരം ഇത് വയ്ക്കുന്നതാണ്. അപ്പോൾ അവൾക്കറിയാം. അങ്ങനെ മാളും അത് ചെയ്ത്, മാളും എടുത്തത് മറ്റേ ജിൻസെങ് റൂട്ടിൻ്റെയാണ്. പിന്നെ നേരെ അപ്പുവിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതെടുത്തത് അതായത് ഒരു ഗ്ലോ കിട്ടാനും ഒരു ഹൈഡ്രേഷൻ കിട്ടാനും പേളാണ് അടുത്ത അപ്പൂട്ടാനും. സോ അതോടെ നമ്മുടെ ഇനി ഇവരെ കുറച്ച് പുനൂതങ്ങളുണ്ടായിരുന്നു, ദിട്ടേൻ്റെ ഒക്കെ ഒരു നേരം. അതിനുശേഷം ഞാൻ എന്തായിട്ടത് ഡോക്ടർ ആൽത്തിയുടെ ഹൈഡ്രയാണ്. കാരണം എനിക്ക് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിട്ടിരിക്കണം. ഞാൻ കുറച്ച് ദിവസമായി നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് UTI ഒക്കെ ആയിട്ട് സീനായിട്ടിരിക്കുകയായിരുന്നേ. അപ്പം ഈ വെള്ളം കൂടി വളരെ കുറവായതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ഒരു 3 ലിറ്റർ വെള്ളവും കുടിച്ചത് എൻ്റെ സ്കിന്നിൽ അത് അറിയാനും പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പം ഞാൻ ഇതാണ് കേട്ടോ, എക്സ്ട്രീം കുറച്ച് ഹൈഡ്രേഷൻ കിട്ടാണ്ട് തന്നെ അതിൻ്റെ ജാറെല്ലാം മുക്കി തുടച്ചതിനകത്തോട്ട് വച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ 7-6 സിനിമ കണ്ടുകൊണ്ടിരുന്നു. 7-6 ഒരു അരമണിക്കൂർ നമ്മളത് കണ്ടു. പിന്നെ കുറച്ച് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് 10 നുണയൊക്കെ പറഞ്ഞ് പരസ്പരം ചിരിച്ച് ബഹളമൊക്കെ വച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് എല്ലാവരെയും പിടിച്ചെടുത്തതിന് ശേഷം ഞങ്ങൾ റിമൂവ് ചെയ്ത്. ഞാൻ മാളുവിൻ്റെ കണ്ടുതരാം, ഫുള്ളും അതിൻ്റെ കഴുത്തിലൊക്കെ അതൊക്കെ ഫുൾ അബ്സോർബ് ആയിട്ടുണ്ട്. സോ ദാ മാളുവിൻ്റെ സ്കിൻ ഇങ്ങനെയാണ് ഇരിക്കണത്. ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ബെസ്റ്റാണ് കേട്ടോ, സ്കിൻ ഒരു ഗ്ലോ കിട്ടാൻ ഷീറ്റ് മാസ്ക് ബെറ്ററാണ്. ഇനി നമുക്ക് എൻ്റെ റിമൂവ് ചെയ്യാം. എൻ്റെതും എനിക്കും കുറച്ചവിടെ ഇരിക്കുക. അതിന് ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തുണ്ട്. പിന്നെ ഞാൻ എടുത്ത് ഇതാണ് എനിക്ക് ഭയങ്കര നല്ല ഗ്ലോ ആയിട്ടിരിക്കുക, നല്ല ലോങ് ലാസ്റ്റിങ് ഗ്ലോ. അപ്പൂൻ്റെയൊക്കെ തൊണ്ട് പോലെ ആയി ഉണങ്ങി. ഓക്കെ, അപ്പോൾ അപ്പൂനും അത്യാവശ്യം നല്ല രീതിക്ക് ആ കവളിൻ്റെ അവിടെ ഗ്ലോ അറിയാം. പിന്നെ അമ്മയ്ക്കും നല്ലൊരു സ്കിൻ ബ്രൈറ്റനായി, അബിക്കും ഒരു ഗ്ലോ ഉണ്ട്. അങ്ങനെ എല്ലാവരെയും ഗ്ലോ വെച്ചിട്ട് നമ്മൾ നല്ല ഗ്ലോയിഷ് ഫാമിലി ആയിട്ട് നാളെ കല്യാണത്തിന് പോകണം. അപ്പോൾ സോ ഗൈസ്